Kerala Government Hospital Development Society Employees Union CITU കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. CITU ജില്ലാ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് എഴുതുന്നത് മലയാളത്തിലാണോ, ഇംഗ്ലീഷിലല്ലേ? ആ രൂപത്തിലേക്ക് കഴിഞ്ഞ 9 വർഷക്കാലമായി കുട്ടികളെ മാറ്റിയെടുത്തതാണ് ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം പിണറായിയുടെ ഗവൺമെന്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒന്ന്. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ്. ഇത്തരം വസ്തുതകളെ, ഇത്തരം കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമ കൂട്ടർ പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ചാനലിൽ രാവിലെ തൊട്ട് വന്നിരുന്ന് ഇപ്പോൾ കുറേ ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ പൗഡറും ഒക്കെ ഇട്ട് വന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, വരുന്നതിന് കാശും കൊടുക്കും. ചാനലുകാർ കാശ് കൊടുക്കും കേട്ടോ. വന്നിരുത്തിയാൽ ടാക്സി വിട്ടു കൊടുക്കും, വന്നിരുന്നാൽ പൗഡർ ഇട്ട് കൊടുക്കും, എന്നിട്ടാണ് കയറ്റിയിരുന്നത്. പോകുമ്പോൾ കാശും കൊടുക്കും. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് വർത്തമാനമൊന്നും പറയുന്നൊന്നുമല്ല. പറയുന്നതോ വിഷലിപ്തമായ വർത്തമാനങ്ങളല്ല. വിക്കിപീഡിയ യൂണിവേഴ്സിറ്റി എന്നാണ് വർത്തമാനം പറയുന്നത്. ശരിയായ എന്തെങ്കിലും കാര്യം പറയൂ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ടോ? കെ സുധാകരൻ്റെ വീട് 3600 അടി വിസ്തീർണ സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. പുതിയ വീട് വെച്ചു. ഏതാണ്ട് 7-8 കോടി രൂപയിലധികം വില വരുന്ന വീട്. ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇവിടെ ഈ കറ്റാണത്തുള്ള ഒരു വീട്, കറ്റാണത്തെയാണ്. കറ്റാണത്തുള്ള വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് പിണറായി വിജയൻ്റെ വീടെന്ന് പ്രചരിപ്പിച്ചത് കേട്ടോ. ഒരു ഘട്ടത്തിൽ പറഞ്ഞു കമല ഇന്റർനാഷണൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കമല എന്നായതുകൊണ്ട് കമല ഇന്റർനാഷണൽ പിണറായി വിജയൻ്റെതാണ്. ആരുടേതാണ് കമല ഇന്റർനാഷണൽ? ക്യാപ്റ്റൻ എം കൃഷ്ണനായരുടേതാണ്. ക്യാപ്റ്റൻ എം കൃഷ്ണനായരുടേതാണ് കമല ഇന്റർനാഷണൽ. 1972 സ്ഥാപിച്ചത്. യൂണിയൻ പ്രസിഡന്റ് ടി എ നാസർ അധ്യക്ഷനായി. സെക്രട്ടറി ഷാഹിറമോൾ സ്വാഗതം പറഞ്ഞു. KP മോഹൻദാസ്, G ശ്രീനിവാസൻ, D തുളസീദാസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ടി എ നാസറിനെയും പ്രസിഡന്റായും, ചന്ദ്രൻപിള്ള, ഗീത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഷാഹിറമോളെ സെക്രട്ടറിയായും, വിഷ്ണു, ബുഷ്ര എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, വിജയമെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം.